ഹലോ മക്കളെ, 9ാം ക്ലാസ് ഫിസിക്സ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുൻപ് എക്സാമിനറിന് കൂടെ പഠിച്ച കഴിഞ്ഞ ദിവസങ്ങൾ 10 hours ആയിക്കോട്ടെ, അതിനുശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ലൈവ് ആയിക്കോട്ടെ, എക്സാമിന് മുൻപുള്ള ഷുവർ ക്വസ്റ്റൻ ലൈവ് ആയിക്കോട്ടെ, ഏതെങ്കിലും ലൈവിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നുള്ളതിന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ ഇടണം. കാരണം എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണ് മക്കളെ, പരീക്ഷ ഒരു മീഡിയം ലെവൽ പരീക്ഷയ്ക്കായിരുന്നു. പക്ഷേ എക്സാമിനറിന് കൂടെ പഠിച്ചു പോയ കുട്ടിക്ക് ഒരു മാർക്ക് പോലും പോയിട്ടുണ്ടാവില്ല. ആ ലെവലിലായിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. അത് വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചതായിരിക്കും ആൻസർ കീൻ്റെ കൂടെ തന്നെ. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഈ 10 hours ലൈവ് മാത്രം കണ്ട് കുട്ടിക്ക് A+ വക അതൊന്നും മാത്രം കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിലല്ല, വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. പിന്നെ അറിയാലോ, SLC ലക്ഷ്യ ബാച്ചിന്റെ ഓഫർ നമ്മുടെ പ്ലസ് ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയലും കൂടെ കിട്ടുന്ന ബാച്ചാണ്. അതിന്റെ ഓഫർ 20th മാർച്ചോടുകൂടെ ആകെ 2-3 ദിവസം ബാക്കിയുള്ളൂ, എക്സ്പയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാമിനറിന്റെ കൂടെ ലക്ഷ്യ ബാച്ചിൽ അടിപൊളിയായിട്ട് ഇതേപോലെ പഠിക്കുന്നത്. അപ്പൊ ഒരു എഫക്റ്റ് മനസ്സിലായാലോ, 9ാം ക്ലാസ്സിലെ എക്സാമിനർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. അതേപോലെ 10ാം ക്ലാസ്സിൽ പഠിച്ച അവിടെ ഹൈ സ്റ്റേക്സ് ആണ്, ഫുൾ A+ ആണ് നമുക്ക് വാങ്ങേണ്ടത്. അത് ഉറപ്പാക്കണമെങ്കിൽ, ഉറപ്പാക്കണമെങ്കിൽ കൂടെ കൂടിക്കോ, നമുക്ക് തകർക്കാം. ഓക്കെ, ബാച്ചിലെ ഈ ഓഫർ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിച്ചോളൂ. അങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയലും ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാ കാര്യവും ഇൻക്ലൂഡിങ് റിവിഷൻ ബാച്ച് അടക്കം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മുതലാക്കുക. ജോയിൻ ചെയ്യണം. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, വിളിക്കുക, ജോയിൻ ചെയ്യാം. ഓരോരോ ആൻസേഴ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് വെച്ച് നമ്മൾ നോക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് റിലേറ്റഡ് ടു ടോട്ടൽ ഇന്റർണൽ ഫ്രീഡം. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ്. അതായത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ ടു ഒപ്റ്റിക്കലി റെയർ മീഡിയം. പ്രകാശിക സാന്ദ്രത കൂടി വീട്ടിൽ കുറഞ്ഞ വീട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ഡെഫിനിഷൻ നിങ്ങൾ പഠിപ്പിച്ചല്ലേ, അതങ്ങോട്ട് ടിക്ക് ചെയ്താൽ മതിയായിരുന്നു. മിക്ക കുട്ടികൾക്ക് അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമ്മൾ വരികയാണെങ്കിൽ, ഒരു ബസ്സിലുള്ള ആൾ എന്താണ് ബസ് ഔട്ടുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ഇതാവും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ ദിൽഷാംസ് പഠിപ്പിച്ച ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ ആണ്. രണ്ടും കറക്റ്റ് ആണ്. കുറച്ച് ആദ്യമായി സ്റ്റേറ്റ്മെന്റ് റീസൺ കണ്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ലായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V = IR ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, സീരീസ് കോമ്പിനേഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്, റെസിസ്റ്റൻസ് സീരീസിൽ ഇൻക്രീസ് ചെയ്യും. ഓംസ് ലോ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. കറണ്ടിന് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ ഒരു ആ 10 hour മാത്രം കണ്ട കുട്ടിക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നമ്മൾ എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യമെങ്കിലും ഓരോരോ ലെവലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ പല രീതിയിൽ. ബേസിക്കലി ഏറ്റവും സ്പീഡ് അതിലുണ്ടാവുക സോളിഡ്സിലായിരിക്കും ഉണ്ടാവുക. പിന്നെ മീഡിയം റിക്വയർഡ് വേണോ, മീഡിയം റിക്വയർഡ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്, ഇതും ഉള്ള ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് അല്ലേ. ഇതൊക്കെ നമ്മൾ സൗണ്ടിൻ്റെ സ്പീഡിൻ്റെ കാര്യവും മീഡിയത്തിൻ്റെ കാര്യമൊക്കെ മൾട്ടിപ്പിൾ ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മുടെ ലൈവ് ഫോളോ ചെയ്ത് ഒരു കുട്ടിക്ക് പോലും തെറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതെന്താ സംഭവം, ഇതൊന്നുമില്ല, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം സാധനം, ഇതേ സെയിം പിക്ചറല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ എന്ത് ചെയ്യുക, യൂണിഫോം വെലോസിറ്റി എഴുതി വെക്കുക. ഇതിൻ്റെ അവിടെ എന്ത് ചെയ്യുക, നോൺ യൂണിഫോം വെലോസിറ്റി എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1 സെക്കൻഡ് ആണ്. എല്ലാ സെക്കൻഡിലും 10 മീറ്റർ വീതമാണ്. അപ്പോൾ സെയിം ടൈമിൽ സെയിം ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. ഇവിടെ എല്ലാം 1 സെക്കൻഡാണ്. പക്ഷേ 10 പിന്നെ 20 പിന്നെ 10 സെയിം ഡയഗ്രാം നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിച്ച് അതേ പിക്ചർ വെച്ചിട്ടാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യൂണിഫോം വെലോസിറ്റി എന്നും ഇത് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്നോ നോൺ യൂണിഫോം മോഷൻ എന്നോ സമപ്രവേഗമെന്നോ അസമപ്രവേഗമെന്നോ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ മാർക്ക് കിട്ടും. ഇതെന്താ സംഭവം, ഇതൊന്നുമില്ല, ഇത് വെലോസിറ്റി കുറയുന്നില്ലേ, വെലോസിറ്റി കുറഞ്ഞു വരുന്നു. സോ ഇതെന്താണ് ബേസിക്കലി ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആദ്യം തന്നെ എഴുതിക്കൊണ്ട് ഇറ്റ് ഈസ് മന്ദീകരണം, റിട്ടാർഡേഷൻ, വെലോസിറ്റി കുറയുന്നതുകൊണ്ട് എഴുതുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ആയതുകൊണ്ട് ആ ആക്സിലറേഷൻ വേണമെന്ന് കണ്ടുപിടിക്കുക ഓരോ ടൈം ഇന്റർവെൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ആക്സിലറേഷൻ എത്ര വരിക, V - ഇതാണ് U -5/10 എന്ന് വരും. ദാറ്റ് ഈസ് -0.5 എന്ന് വരും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും -5 ആണ് വരിക, -1 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. ഇവിടെ -0.5 മീറ്റർ/സെക്കൻഡ് എന്നാണ്. അപ്പോൾ ആക്സിലറേഷൻ യൂണിഫോം, ഡീസെലറേഷൻ അഥവാ റിട്ടാർഡേഷൻ, മന്ദീകരണം യൂണിഫോം അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിവിടെ ചോദിച്ചിട്ടില്ല. അപ്പം ശരിക്കും റിട്ടാർഡേഷൻ മാത്രമേ മാർക്ക് കിട്ടേണ്ടതാണ്. 2 മാർക്കിന് ചോദിച്ചത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതും കൂടി കണ്ടുപിടിക്കായിരുന്നു. അതും കൂടി കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ മിക്ക കുട്ടികൾക്ക് മാർക്ക് കിട്ടും, കാരണം വേറെ ഒന്നും കൂടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയായിരുന്നു. ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിവേ ഈ ചോദ്യം ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. കോക്കനട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻറ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. കോക്കനട്ട് ട്രീന് എന്താ, പൊസിഷൻ മൂലമുള്ളതാണ്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. കംപ്രസ് സ്പ്രിങ്ങിന് സെയിം ക്ലാസ്സിൽ ചെയ്ത സാധനം തന്നെ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം എഴുതി വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, 10ാം ക്ലാസ്സിൽ ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിക്കരുതേ. 10ാം ക്ലാസ്സിലൊക്കെ നെക്സ്റ്റ് ഇയർ ഒക്കെ പുതിയ പാറ്റേണിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം മുതലേ പഠിച്ച കുട്ടിക്ക്
A+ കിട്ടുള്ളൂ. പാസ്സൊക്കെ ആവാൻ അവസാനത്തെ സർക്കസ് മതിയാവുമായിരിക്കും, പക്ഷേ A+ കിട്ടണം നേരത്തെ പഠിച്ചോളണം. അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കരുത്. സാർ ഇത് കൊള്ളാലോ, അവസാന ദിവസം ഇങ്ങനെ പഠിച്ചിട്ട് മാർക്ക് വാങ്ങാം 10ാം ക്ലാസ്സിൽ, അത് എടുക്കാൻ നിൽക്കണ്ട. പണ്ട് നടക്കുമായിരുന്നു, ഇപ്പം അത് A+ലാണ് നിങ്ങളുടെ എയിമിങ് നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തല്ലേ ഫുട്ബോൾ ഗോൾ കീപ്പർ സെയിം ചോദ്യം ചെയ്തല്ലേ. ബേസിക്കലി എന്താണ്, ബാക്കൗട്ട് ആക്കുന്ന ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ടൈം കൂട്ടിയാൽ ഫോഴ്സ് കുറയും, ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഇമ്പാക്ട് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വെൻ പേഴ്സൺ ജംപ്സ് ഫ്രം ബോർഡ് സെയിം ചോദ്യം നമ്മൾ ചെയ്തല്ലേ. ബേസിക്കലി എന്താണ്, ദ ബോർഡ് മൂവ്സ് ബാക്കൗട്ട്, ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ആക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ റിയാക്ഷൻ ഫോഴ്സിനായിട്ട് കിട്ടുന്ന ആ ആക്ഷൻ ഫോഴ്സ് കാരണം ബോർഡ് ബാക്കൗട്ട് പോകുന്നു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ് വെറുതെ വന്നിരുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് ഇത് ട്രിക്കിന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, പല വേർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇഫ് ദ മാസ് ഓഫ് എ ഇസ് ഡബിൾഡ്, ഒന്നിനെ ഡബിൾ ആക്കി 2m ആക്കി, മറ്റവൻ്റെ എന്ത് ചെയ്തു ഹാഫ്ഡ് ആക്കി, മറ്റവൻ്റെ m/2 ആക്കി, എന്തായാലും 2 × 2 കട്ടി, ഇതിന് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല അല്ല. ഇതിൻ്റെയൊക്കെ പല വേർഷൻസ് നമ്മൾ ചെയ്തല്ലേ ക്ലാസ്സിൽ. അപ്പോൾ അത് ചെയ്ത കുട്ടിക്ക് എന്താണ് പറയാൻ പറ്റുക, നോ ചേഞ്ച്, ഫോഴ്സിൽ ഉണ്ടാവില്ല. പിന്നെന്താണ് 3 ടൈംസ് ആക്കി ഡിസ്റ്റൻസ്, നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ഉണ്ടോ. ഡിസ്റ്റൻസ് 3 ടൈംസ് ആക്കിയാൽ 1/9 ആയിരിക്കും ഫോഴ്സ്, എഴുതി വെക്കുക. 1/9 ടൈംസ് ആയിരിക്കും എഴുതി വെക്കുക. ഇത് ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഡിസ്റ്റൻസ് ഡബിളും ട്രിപ്പിളും ഒക്കെ നമ്മൾ ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൊന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചു. പിന്നെ വാട്ട് ഈസ് മെൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ചാർജ് എന്നോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്നോ പ്രവൃത്തി ബൈ ചാർജ് എന്നോ എന്ത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അവിടെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടേണ്ടതാണ്. ഹൗ ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു സെല്ല് ഉപയോഗിച്ചോ ബാറ്ററി ഉപയോഗിച്ചോ സോഴ്സ് ഓഫ് EMF ഉപയോഗിച്ചോ ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഏത് എഴുതിയാലും കിട്ടും, ബാറ്ററി എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അതൊക്കെ കറക്റ്റാണ്, എല്ലാം സെയിം ആണ് ബേസിക്കലി. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് നോയ്സ്, ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. നമ്മുടെ എക്സാമിന് തലേന്ന് ലൈവിലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്ത ഒരു ചോദ്യമാണ്. പിന്നെ എക്സാമ്പിൾ എന്താണ്, മ്യൂസിക് വല്ല വയലിനോ ഗിറ്റാറോ ഇട്ട് കൊടുക്കുക, നോയ്സിനോ വല്ല ട്രാഫിക്കോ കൺസ്ട്രക്ഷൻ വർക്കോ ഒക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഇതും ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു ആക്ച്വലി. നമ്മൾ ഇതുപോലത്തെ എത്രയോ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഒന്ന് 3-4 ചോദ്യം ഇതേ ഫോർമുല വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുലയിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുക, ഇനീഷ്യൽ വെലോസിറ്റി ഇവൻ്റെ 0 ആണ്, ഫൈനൽ 20 ആണ്, ടൈം 10 കൊടുത്തിട്ടുണ്ട്, മാസം വന്നിട്ടുണ്ട്, എല്ലാം കൂടി പിടിച്ചിട്ട് കൊടുക്കുക, 3000 ന്യൂട്ടൺ എന്ന് കിട്ടും. സിമ്പിൾ സ്ട്രൈറ്റ് ഫോർവേഡ് കാൽക്കുലേഷൻ, ഇതിൽ ഒരു സർപ്രൈസും ഇല്ലായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതും ആക്ച്വലി സിമ്പിൾ ആയിരുന്നു, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിറ്റർമൈൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അതായത് ഈ V-U ആണ് ചോദിച്ചതെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും പിടിച്ചിട്ട് കൊടുക്കുക. അവസാനം V-U മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ V-U = 10 m/s എന്ന് കിട്ടും. അത് ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. ഇത്രയുള്ള സംഗതി. ഓക്കെ, ഇത് ബേസിക്കലി സാധാരണ ഫോഴ്സ് ആണ് ചോദിക്കുക, അവിടെ ഫോഴ്സ് വന്നിട്ട് V-U ചോദിച്ചു, ചേഞ്ച് ഇൻ വെലോസിറ്റി ചോദിച്ചു. ആൻസർ ഇസ് 10 m/s. അപ്പോൾ ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്തവർക്ക് എനിക്ക് കൂടുതൽ മറ്റേ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് അതേപോലത്തെ ചോദ്യങ്ങളാണ്. എന്താ വെയിറ്റ് ഇൻ എർത്ത്, വെയിറ്റ് ഇൻ മൂൺ, ആകെയുള്ളത് ഇവിടെ എന്താണ്, ആദ്യം മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോൾ W = mg എന്ന് പറഞ്ഞ സെയിം ഫോർമുല ഉപയോഗിക്കുക. അതിൽ m തന്നിട്ടില്ല, അപ്പോൾ G 10 എടുത്തോളം പറഞ്ഞില്ലേ, അപ്പോൾ 10 ഇങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പോൾ m മാസ് 15 കിലോ എന്ന് കിട്ടും. ഇനി മൂണിലൊക്കെ നമ്മൾ ചെയ്തല്ലേ, വീണ്ടും mg എന്ന് ഇട്ട് കൊടുക്കുക. G പ്രാവശ്യം 1.6 ആയിരിക്കും, ഇവിടെ കൊടുത്തില്ലേ 1.6 ഇട്ട് കൊടുത്താൽ 24 ന്യൂട്ടൺ എന്ന് കിട്ടും. സിമ്പിൾ, ഡയറക്റ്റ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ടൈപ്പ് ചോദ്യം തന്നെയാണ്. ഇത് സെയിം ചോദ്യം ക്ലാസ്സിൽ ചെയ്തത് 100 കിലോൻ്റെ സാധനം എന്താ നമ്മളെല്ലാം ചെയ്തു. ക്ലാസ് എക്സാമിൽ എല്ലാം ചെയ്ത ചോദ്യം അല്ലേ. സെൻറ്റർ ഓഫ് ദി എർത്ത്, പോളാർ റീജിയൻ, ഇക്വറ്റർ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് എത്രയാണ്, സെൻറ്റർ ഓഫ് ദി എർത്ത് 0 ആണ്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സെൻറ്റർ ഓഫ് ദി എർത്ത് 0 നമ്മൾ ചെയ്തിട്ടുണ്ട്. പോളാർ റീജിയൻ ഞാൻ പഠിച്ചു പോയാൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പഠിച്ചു പോയവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. പോളാർ റീജിയനിൽ എത്രയാണ് കിട്ടിയത്, 983 ന്യൂട്ടൺ കിട്ടും നിങ്ങൾക്ക്, ജീൻ്റെ വാല്യൂ പഠിച്ചു പോയവർക്ക്. പിന്നെ ജൂപ്പിറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ കൊടുത്തിട്ടുണ്ട്. ജൂപ്പിറ്റർ നമ്മൾ ചെയ്ത എത്ര 2310 ന്യൂട്ടൺ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണേ, അതേപോലെ സാധനം വന്നിട്ടുണ്ട്. ഇതെന്നോ ചെയ്ത ക്വസ്റ്റൻ ഒന്നല്ല, എക്സാമിന് തലേന്ന് ചെയ്ത ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. ഹൈഡ്രോമീറ്റർ ബ്ലാ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്, ഈ ഇക്വേഷൻ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ റേഷ്യോ എന്ന് എഴുതി വെച്ചാൽ മതി, അനുപാതം ഇല്ലാന്ന് എഴുതി വെച്ചാൽ മതി. വാട്ട് റീഡിംഗ് ഷോഡ് ബൈ ഹൈഡ്രോമീറ്റർ ഇൻ പ്യൂർ, ഇത് നമ്മൾ ക്ലാസ്സിൽ ഞാൻ ഹൈഡ്രോമീറ്റർ പഠിപ്പിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. വെള്ളത്തിൽ മുക്കിയാൽ 1 കാണിക്കുക, വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ആയിരിക്കും മുകളിൽ വരിക, താഴെ ആണെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കും, അതായത് 1 കുറവായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വാട്ട് ഈസ് ദ റീഡിംഗ് ഷോഡ് ബൈ ഹൈഡ്രോമീറ്റർ ഇൻ പ്യൂർ വാട്ടർ, 1 ആണ്. If hydrometer floats higher, മുകളിലേക്ക് പൊന്തി കഴിഞ്ഞാൽ what can be concluded about the liquid's related density? ഡയറക്റ്റ് ഫ്രം ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് വെള്ളത്തിൽ നിന്ന് ഇത് പൊന്തി നിന്ന് കഴിഞ്ഞാൽ റീഡിംഗ് എത്രയായിരിക്കും, 1.1 1.2 ആയിരിക്കും ഉണ്ടാവുക, അതായത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം, അല്ലെങ്കിൽ റിലേറ്റഡ് അല്ലെ ഡെൻസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ വാട്ടർ എന്ന് പറയാം. ഏത് പറഞ്ഞാലും ശരിയാണ്. അല്ല ഡെൻസിറ്റി ഗ്രേറ്റർ ആണെന്നോ, എങ്ങനെ ആ ഒരു ഡെൻസിറ്റി ഗ്രേറ്റർ ആണെന്നുള്ള സാധനം അവിടെ കിട്ടണം. അത് കിട്ടിയാൽ മാർക്ക് അവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ് 1 ജൂൾ എന്താണ്, 1 ജൂൾ എന്നതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാണ്. ജസ്റ്റ് ഒന്നിലെ ഫോഴ്സ് 1 ന്യൂട്ടണും ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ ആണ് 1 ജൂൾ. ഡയറക്റ്റ് ക്ലാസ് നിന്ന് പഠിച്ചാൽ 10 അവർ പഠിച്ചാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ റിക്വയർഡ് ടു ലിഫ്റ്റ് എ കണ്ടെയ്നർ ഓഫ് മാസ് mkg ടു എ ഹൈറ്റ് h മീറ്റർ യൂസിംഗ് ക്രെയിൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി mgh ആണ് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ എഴുതി പഠിച്ചതാണ് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം.
അപ്പോൾ അത് MGH എഴുതിയൊക്കെ പരിപാടി തീർക്കുക. വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് അബൌട്ട് ദി വർക്ക് ഡൺ ഓൺ ഒബ്ജെക്ട് വെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അടുത്തത് കോമഡി ചോദ്യമാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് വർക്കാണെന്ന് എഴുതി വെക്കാം. പിന്നെ എക്സാമ്പിൾ വരെ നമ്മൾ ചെയ്തല്ലേ, സിമ്പിൾ പരിപാടി. അടുത്തത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എക്സാമിൻ്റെ തലേന്ന് ഈ ചോദ്യം ചെയ്ത കുട്ടിക്ക് എല്ലാവർക്കും വെറും കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. സംഭവം എന്താണ്, ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാം തെറ്റാണത്. എ ദ ഒബ്ജെക്ട് പൊസസ് കൈനറ്റിക് എനർജി. എടാ എയിൽ കൈനറ്റിക് എനർജി 0 അല്ലേ, നമ്മൾ പഠിച്ചല്ലേ ക്ലാസ്സിൽ. അപ്പോൾ പൊസസസ് കൈനറ്റിക് എനർജി ആണോ? അല്ലോ, തെറ്റ്. നോ. പൊട്ടൻഷ്യൽ ചെയ്ത് പറയാം. ഓക്കെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 0 എന്ന് പറയാം. എന്ത് തെറ്റ് എഴുതിയാലും ഓക്കെയാണ്. ദെൻ റീച്ചിങ് പൊസിഷൻ ബി ദ ഒബ്ജെക്ട്സ് കൈനറ്റിക് എനർജി ഡിക്രീസസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ്. ഇവിടെ ഇവിടേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജി ഡിക്രീസ് ആണ് ചെയ്യുക, കൈനറ്റിക് എനർജി കൂടുക ചെയ്യുക. ഹൈറ്റ് കുറയുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയാണ് കുറയുക, പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കുറയുക, കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ റീച്ചിങ് സി ഗ്രൗണ്ടിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ബിക്കം 0. അങ്ങനെയാണോ? ഇവിടെ കാണുന്നില്ല. കൈനറ്റിക് എനർജി 0 അല്ല, കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജിയാണ് 0. അപ്പോൾ എന്താണ് 0? പൊട്ടൻഷ്യൽ എനർജിയാണ് 0, അല്ലെ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് എഴുതുക. എങ്ങനെ കറക്റ്റ് ചെയ്താലും ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം. ക്ലാസ്സിലെ സെയിം ചോദ്യമാണ്. ഇൻ വിച്ച് വേ ഷുഡ് 4 ഐഡന്റിക്കൽ ഡ്രൈവ് സെൽസ് ബി കണക്റ്റഡ് ടു മേക്ക് 6 വോൾട്ട്? ഇതാ സെയിം സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, 6 വോൾട്ട് കിട്ടും. ഓരോന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1.5 ആണ്. എല്ലാം സെയിം. ഡ്രോ ദ സിമ്പിൾ, അത് പഠിച്ചു. വാട്ട് വിൽ ബി ദ EMF ഓഫ് എ സിംഗിൾ സെൽ ഇൻ ദി സെറ്റപ്പ്? EMF എത്രയ്ക്ക്? 1.5. ഓക്കെ, ഈ സിമ്പിൾ വരയ്ക്കാൻ പറഞ്ഞാൽ അടുപ്പിച്ച് വരയ്ക്കാം കേട്ടോ. വിട്ട് വരച്ചാലും കിട്ടും മാർക്ക്. പക്ഷേ ഞാൻ പറയുകയാണ് രീതി. 1 2 3 4 അല്ലേ? 1 1 2 3 4. നാലാമത്തിൻ്റെ ചെറിയ വടിയില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ചെയ്താണെന്നൊക്കെ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് എന്താണ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്? നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം ക്വസ്റ്റൻ ആണ്. ഈ 3 ഏതിനാണെന്ന് എഴുതി വെക്കുക, മാർക്ക് കിട്ടും. റിയോസ്റ്റാറ്റ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത്. ജസ്റ്റ് ഡയറക്റ്റ് ഫ്രം 10 hour ലൈവ് ആണ്. ഡയറക്റ്റ് ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്താണ്. വിച്ച് പാർട്ട് ഓഫ് ഇയർ വൈബ്രേറ്റ്സ്? ഏതാണ് മക്കളെ? ടിംബാനോ അഥവാ കർണപടം, അല്ലെങ്കിൽ ഇയർ ഡ്രം. എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും, എല്ലാം സെയിം ആണ്. വാട്ട് ആർ ദി 3 ഫാക്ടേഴ്സ് നെസസറി ടു എക്സ്പീരിയൻസ് സൗണ്ട്? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തീരെ എടുക്കുകയും ചെയ്താണ്, നമ്മൾ ചോദ്യങ്ങളായിട്ടും ചെയ്താണത്. ഏതാ 3 ഫാക്ടേഴ്സ് വേണ്ടത്? സോഴ്സ് വേണം, മീഡിയം വേണം, സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ് വേണം. സ്രോതസ് വേണം, മാധ്യമം വേണം, കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു യന്ത്രം വേണം, അല്ലെങ്കിൽ സെൻസ് ഓർഗൻ ഫോർ ഇയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളാണ്. റൈറ്റ് ഡൗൺ ഫ്യൂ ചാലഞ്ചസ്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഒന്നെങ്കിൽ ചാലഞ്ച് വരും, അല്ലെങ്കിൽ അപ്രോച്ച്, ഏതെങ്കിലും ഒന്ന് വരുന്നു പറഞ്ഞിട്ടായിരുന്നു, വന്നു. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ് നമ്മുടെ. ഇതിൽ ഏതെങ്കിലും ഒരു 3 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമില്ല. ലാസ്റ്റ് ചോദ്യം പാരലൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. വാട്ട് ഇസ് എ നെയിം ഗിവൺ ടു ദ അറേഞ്ച്മെന്റ്? ദിസ് പാരലാണ്. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ കറണ്ട്? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഫോർമുലയാണ് എഴുതി വെക്കേണ്ടത്. നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിച്ച ഫോർമുലയില്ലേ, I1 = V/R1 I2 = V/R2 എന്നാണ് ഫോർമുല ഉപയോഗിക്കേണ്ടത്. ഇനി I1 ഉം I2 ഉം തന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് I1 + I2 എന്ന് ഉപയോഗിച്ചാലും കിട്ടും. കാരണം V ഒന്നും തന്നിട്ടില്ലല്ലോ ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചാലും മാർക്ക് തരേണ്ടതാണ്. 1 മാർക്കിന് ചോദ്യമല്ലേ, തരേണ്ടതാണ്. ഇൻ വിച്ച് മാനർ ഇലക്ട്രിക് അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ മെയിൻസ് ഓഫ് യോസ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എപ്പോഴും പാരലായിട്ടാണ് കണക്ട് ചെയ്യുക എന്നുള്ളതിനും പഠിച്ചു വെക്കുക. പാരലായിട്ട് R1 R2 10 Ω ആണെങ്കിൽ കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഒന്നെങ്കിൽ എന്ത് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരും ഐഡന്റിക്കൽ അല്ലേ, ഐഡന്റിക്കലിന്റെ ഫോർമുല പഠിച്ചില്ലേ, R/N ആണ് പാരലൽ. അപ്പോൾ 10/2 രണ്ടും 10 അല്ലേ, 10/2 = 5 Ω എന്ന് എഴുതി വെക്കുക. 5 Ω ദി ആൻസർ. പിന്നെ ലാസ്റ്റ് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യനിൽ കുറച്ചൊരു ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എനിക്കറിയില്ല, മിക്ക കുട്ടികളും എനിക്കൊന്നും മറ്റേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അല്ലേ. എയും ബിന്റെ ഇടയിലുള്ള കണക്ഷൻ എന്താണ്? പാരലാണ്, രണ്ടുപേരും പാരലാണ്. കാണുമ്പോൾ മനസ്സിലാവും. വാട്ട് ഈസ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B? എത്രയാണ് A and B യിലെ റെസിസ്റ്റൻസ്? ഐഡന്റിക്കൽ ആണ്. അപ്പോൾ R/N ഉപയോഗിക്കുക, R/N ഉപയോഗിക്കുക. അപ്പോൾ R/F കിട്ടും. R/N ആണ് പാരലിന്റെ ഫോർമുല. ദാറ്റ് ഇസ് 2/2 ഉണ്ട്. സോ 2 = 1 Ω ആണ് അല്ലേ. അല്ലെ R1 R2 / R1 + R2 ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ 1 Ω എന്ന് കിട്ടി. കാൽക്കുലേറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട്. അപ്പോൾ എന്താണ്, ഈ 2 Ω ഉണ്ടാവും പുറത്തുള്ള, പിന്നെ ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ട് 1 അല്ലേ, അപ്പോൾ അതിനെ 1 ആക്കുക. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ ഉണ്ടാവുക? 2ഉം 1ഉം രണ്ടുപേരും സീരീസിലാണ്. അപ്പോൾ 3 Ω എന്ന് കിട്ടും. അപ്പോൾ ആ പാരലിൽ രണ്ടും കൂടി കൊളാപ്സ് ചെയ്ത് ഒന്നാക്കി സീരീസ്, ആ ഒരു കോൺസെപ്റ്റ് കുറച്ച് ഉപയോഗിക്കേണ്ടി വരും. അത് ഞാൻ ഡയറക്റ്റ്ലി ക്ലാസ്സിൽ ചെയ്തില്ല, ഓണസ്റ്റ്ലി പറയാമല്ലോ കാര്യം. പക്ഷേ കോൺസെപ്റ്റ് അറിയുന്നവർ കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തൊരു ഇത് ചെയ്തിട്ടുണ്ടാവില്ല, മറ്റേ ചെയ്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. വാട്ട് വിൽ ബി ദ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വെൻ സ്വിച്ച് ഇസ് ടേൺ ഓൺ? എത്രയ്ക്കും ടോട്ടൽ കറണ്ട് ഉണ്ടാവും? I = V/R ആയിരിക്കും ഉണ്ടാവുക. V എത്രയോടെ 6 വോൾട്ട് ആണ്. R എത്രയാണ്? 3 Ω ആണ് നമ്മൾ കിട്ടിയിട്ട്. 6/3 = 2 ആംപിയർ. കഴിഞ്ഞു. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. ഇത്രേ പറയാനുള്ളൂ. ഒരുമിച്ച് എൻ്റെ കൂടെ പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് A+ മിനിമം. ഞാൻ അന്നേ പറഞ്ഞിട്ടായിരുന്നു 10 hours അറ്റൻഡ് ചെയ്ത് A+ മിനിമം ആണ്. ആ A+ മിനിമം കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷമുള്ള ലൈവുകളും ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് പ്രോപ്പറായിട്ടൊരു പഠിത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് പോയിട്ടുണ്ടാവുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്യ ബാച്ചിൻ്റെ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുത്ത് നെക്സ്റ്റ് ഇയറിലേക്ക് പഠിക്കാൻ വേണ്ടി റെഡി ആയിരുന്നുള്ളൂ. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലും ക്ലാസ്സുകളൊക്കെ വെച്ച് നമുക്ക് അടിച്ചു പൊടിച്ച് പഠിച്ച് 10ാം ക്ലാസ്സിലും ഇതുപോലെ A+ വാങ്ങണം. ഇനിയുള്ള എല്ലാ 9ാം ക്ലാസ്സിലെ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് മക്കളെ. അടിപൊളിയായിട്ട് ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാമിനറിൻ്റെ ഓരോ ടീച്ചേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോവുക. നമുക്ക് പൊള്ളിക്കണം, തകർക്കണം. ഓക്കെ, ബൈ ബൈ.